മുകേഷ് എം.എൽ.എക്ക് ജാമ്യം നൽകരുതെന്ന് സർക്കാർ കോടതിയിൽ. ബലാത്സംഗ ആരോപണമാണ് ഉയർന്നിരിക്കുന്നതെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പോലീസിന്റെ ആവശ്യം. ഹർജിയിൽ നാളെയും വാദം തുടരും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, മുൻകൂർ ജാമ്യത്തിന് മുകേഷ് എം.എൽ.എ ശ്രമം നടത്തുമ്പോഴാണ് സർക്കാർ ജാമ്യം നൽകരുത്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നുള്ള നിലപാട് കോടതിയെ അറിയിക്കുന്നു. എന്തെല്ലാമാണ് മറ്റു വിവരങ്ങൾ രേഷ്മ? രേഷ്മ ബാബു, കേൾക്കാമെങ്കിൽ മുകേഷ് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമ്പോഴാണ് സർക്കാർ ഈ ജാമ്യം നൽകരുത് എന്ന് കോടതിയെ അറിയിക്കുന്നത്. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നുള്ള നിലപാട് പോലീസ് കോടതിയെ അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, മുൻകൂർ ജാമ്യ ഹർജി, അതായത് മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി, എറണാകുളം സെഷൻസ് കോടതി നാളെ വീണ്ടും വാദം കേൾക്കുന്നുണ്ട്. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഇന്ന് വാദം കേട്ടത്. പ്രധാനമായിട്ടും സർക്കാർ മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി എതിർത്തുകൊണ്ടാണ് വാദങ്ങൾ ഉന്നയിച്ചത്. ബലാത്സംഗ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകേഷിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം. യാതൊരു കാരണവശാലും മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിക്കരുത്. അത്തരത്തിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ തെളിവുകൾ അടക്കം നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്, കേസ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് തുടങ്ങിയ വാദഗതികളാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത്. നേരത്തെ തന്നെ, അതായത് ഇന്ന് രാവിലെ തന്നെ മുകേഷിന്റെ അഭിഭാഷകൻ ചില ഡിജിറ്റൽ രേഖകൾ, ചില തെളിവുകൾ മുദ്രവെച്ച തീർച്ചയായും മുകേഷ് എം.എൽ.എക്ക് ജാമ്യം നൽകരുത് എന്ന നിലപാടാണ് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത്. നാളെയും ഈ കേസ് പരിഗണിക്കുകയാണ്. വിവരങ്ങൾ നൽകിയായിരുന്നു രേഷ്മ.